കണ്ണൂർ പനങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അർജുൻ ആംഗിയുടെ കാറ് കണ്ടെത്തിയത്. അർജുൻ ആംഗിയുടെ ഭാര്യയുടെ പേരിലാണ് കാർ. ഈ കാർ ഇപ്പോൾ വളപട്ടണം പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതാണ് അർജുൻ ആംഗിയുടെ കാറ്. നമ്മൾ നേരത്തെ അർജുൻ ആംഗിയുടെ ഒരു CCTV ദൃശ്യം എടപ്പാളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് അർജുൻ ആംഗി സഞ്ചരിച്ച കാറാണിത്. പക്ഷേ കണ്ണൂരിലോട്ട് വരുന്ന വഴി അർജുൻ ആംഗി ഈ കാറ് മാറി മറ്റൊരു കാറിലേക്ക് കയറി എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇന്നലെ അർജുൻ ആംഗിയുടെ സഹോദരിക്കൊപ്പം തൃശ്ശൂരിൽ പിടിയിലായ ദീപ്തി എന്ന് പറയുന്ന യുവതി, ആ യുവതിയുടെ വീട്ടിൽ വെച്ചാണ് ഈ കാറ് പോലീസ് കണ്ടെത്തിയത്. ദീപ്തി ഇപ്പോൾ തൃശ്ശൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ദീപ്തിയുടെ വീടിന് മുന്നിൽ നിന്നാണ് ഈ കാറ് കണ്ടെത്തിയത്. ദീപ്തിയുടെ വീട്ടിൽ CCTV ഉണ്ട്. അത് പോലീസ് പരിശോധിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇതിന് ശേഷം ഈ കാറ് അവിടെ കൊണ്ടുവച്ചത് അർജുൻ ആംഗിയാണോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ആ പ്രദേശത്തേക്ക് ദീപ്തി നിൽക്കുന്ന വാടക വീട്ടിലേക്ക് പോകുന്ന പ്രദേശങ്ങളിലൊന്നും CCTV ഇല്ല. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് പോലീസ് നിലവിൽ പരിശോധിക്കുന്നത്. ഈ കാറ് അർജുൻ ആംഗിയുടെ ഭാര്യ രമ്യയുടെ പേരിലാണ് ഈ കാറുള്ളത്. ആരാണിവിടെ കൊണ്ടുവച്ചത്? അർജുൻ ആംഗി തന്നെയാണോ, അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിടാൻ മറ്റാരെങ്കിലും കൊണ്ടുവച്ചതാണോ എന്നുള്ളതാണ് നിലവിൽ പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും അർജുൻ ആംഗി കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 3 സബ് ഡിവിഷനുകളിലായി 100ഓളം പോലീസുകാരെ തിരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 100ഓളം പോലീസുകാരെ പ്രത്യേക അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ACP, അതുപോലെ കൂത്തുപറമ്പ് ACP, തലശ്ശേരി ASP ഇവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി ജില്ലയിൽ ഒട്ടാകെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ അർജുൻ ആംഗിയുടെ കാറ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അടുത്തു തന്നെ അർജുൻ ആംഗി പോലീസിൻ്റെ വലയിലാകും എന്നാണ് ആഭ്യന്തര വകുപ്പും കരുതുന്നത്.